നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ലഹരിയുടെ വല എത്രത്തോളം ഭീകരമാണെന്ന് വെളിവാക്കി കായംകുളത്ത് അതിക്രൂര കൊലപാതകം. സ്വന്തം അച്ഛനെയും അമ്മയുമാണ് ഒരു യുവാവ് വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ചത്. തലയ്ക്കും മുഖത്തും ഗുരുതരമായി വെട്ടേറ്റ അച്ഛൻ തൽക്ഷണം മരിച്ചു. അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. കായംകുളം കണ്ടല്ലൂർ തെക്ക് പീഡകച്ചിറയിൽ അഡ്വക്കേറ്റ് നവജിത്താണ് 63 വയസ്സുള്ള പിതാവ് നടരാജനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ രാത്രി 9:30 നാടിനെ വിറപ്പിച്ച സംഭവം. ഗുരുതരമായി പരിക്കേറ്റ 48 വയസ്സുള്ള അമ്മ സിന്ധു ചികിത്സയിലാണ്. മാവേലിക്കര ബാറിലെ അഭിഭാഷകനാണ് നവജിത്ത് ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ലഹരി ഉപയോഗം മാതാപിതാക്കൾ വിലക്കിയതാണ് പ്രകോപനത്തിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. വെട്ടുകത്തിയുമായി ആക്രമണം നടത്തിയ ശേഷം നവജിത്ത് അലറി വിളിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. നിലവിളി കേട്ട നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ നവജിത്ത് രക്തം ഇറ്റുവീഴുന്ന വെട്ടുകത്തിയുമായി വീടിന്റെ മുകളിലത്തെ നിലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് കണ്ടത്. രക്തം വാർന്നു കിടക്കുന്ന നടരാജനെയും സിന്ധുവിനെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും നടരാജന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സ്ഥലത്തെത്തിയ പോലീസ് ഏറെ പണിപ്പെട്ടാണ് നവജിത്തിനെ കീഴ്പ്പെടുത്തിയത്. സമൂഹത്തിലെ വിദ്യാസമ്പന്നരുടെ ഇടയിൽ പോലും ലഹരി പടർന്നു കയറി നാശം വിതയ്ക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് കായംകുളത്ത് കണ്ടത്. ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് നവജിത്ത് ഈ കൊലപാതകത്തിൽ പ്രതിയായിരിക്കുന്നത്. കൊലപാതകം നടക്കുമ്പോൾ നവജിത്തിന്റെ മറ്റ് സഹോദരങ്ങളായ നിധിൻ രാജ്, നിധിമോൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നില്ല. കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് വിട്ടത് സിനിമാ താരത്തിന്റെ വാഹനത്തിലെന്ന് സംശയം. ഇതേ തുടർന്ന് ചുവന്ന ഫോക്സ് വാഗൺ പോളോ കാർ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം ആരംഭിച്ചു. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ്, ഡ്രൈവർ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് SIT സംഘത്തിന് നിർണായക വിവരം ലഭിച്ചത്. ബുധനാഴ്ച മുതൽ കാർ പാലക്കാട് ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. കാർ സഞ്ചരിച്ച വഴി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കൂടുതൽ സംഘം രൂപീകരിക്കും. എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ സംഘങ്ങൾ രൂപീകരിക്കാൻ ADGP നിർദ്ദേശം നൽകി. രാഹുലിനായി കേരളത്തിന് പുറത്തും അന്വേഷണം നടത്തുന്നുണ്ട്. MLA തമിഴ്നാട്ടിലേക്ക് കടന്നതായുള്ള സംശയത്തിന് പിന്നാലെ SIT സംഘം തമിഴ്നാട്ടിലെത്തിയിരുന്നു. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ശനിയാഴ്ചയാണ് ED നോട്ടീസ് നൽകിയത്. കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് ED കണ്ടെത്തൽ. ഫെമ ചട്ടലംഘനവും കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് 3 മാസം മുൻപ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ നിയമപരമായി നോട്ടീസിന് മറുപടി നൽകാൻ അവസരമുണ്ട്. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2250 കോടിയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാനുള്ള നടപടി പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. വിഷയത്തിൽ തോമസ് ഐസക്കിന് ED നേരത്തെയും സമൻസ് അയച്ചിരുന്നു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED സമൻസ് അയച്ചതിന് പിന്നാലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര് തുടങ്ങി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ കളിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലും സമാനമായ രീതിയിൽ ED നോട്ടീസ് അയച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള കലാപരിപാടിയാണ് മസാല ബോണ്ട് കേസ് കുത്തിപ്പൊക്കിയ ED നടപടിയെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. മസാല ബോണ്ട് വഴി സമാഹരിച്ച തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങിയെന്നാണ് പുതിയ ആരോപണമെന്നും എന്നാൽ ഇതും തെറ്റാണെന്നും ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നും ഐസക് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്താനാണ് ED നോട്ടീസെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മസാല ബോണ്ടിന് പിന്നിൽ ധാരാളം ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അന്നത്തെ ധനകാര്യമന്ത്രി നൽകിയ വിശദീകരണം മുഴുവൻ തെറ്റായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറയുന്നതും തെറ്റാണ്. എല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി ലണ്ടനിൽ ചെന്ന് മണിയടിക്കുക മാത്രമാണ് ചെയ്തത്. ഈ 3 കൊല്ലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ED നോട്ടീസ് അയച്ചത് എന്താണെന്ന കാര്യത്തിൽ തനിക്കൊരു പിടിയുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് തൃശൂർ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുപോലെ ഒരു നോട്ടീസ് വന്നത്. പിന്നെ ഒന്നും സംഭവിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ ഇരയുടെ പേര് വെളിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഈശ്വറുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇന്ന് രാവിലെ രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച വീഡിയോ ചിത്രീകരിച്ച ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണ്ടെത്താനാണ് തെളിവെടുപ്പ് നടത്തിയത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോ താൻ ഇനിയും ചെയ്യുമെന്ന് തെളിവെടുപ്പിനിടെ രാഹുൽ ഈശ്വർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി മകൻ സാന്റൺ ലാമ. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പിതാവിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടയച്ചതെന്ന് സാന്റൺ ലാമ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മൊത്തം സിസ്റ്റത്തിന്റെ വീഴ്ചയാണിത്. ഇങ്ങനെയാണോ കേരളത്തിലേക്ക് ഒരാൾ വന്നാൽ മെഡിക്കൽ കോളേജും പോലീസും കൈകാര്യം ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
അതേസമയം കളമശ്ശേരി HMTക്ക് എതിർവശം കാടുമൂടിയ പ്രദേശത്തെ ചതുപ്പിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. കുവൈറ്റ് മദ്യദുരന്തത്തിനിരയായി ഓർമ്മ നഷ്ടപ്പെട്ട ശേഷം കൊച്ചിയിൽ വിമാനമിറങ്ങി പിന്നീട് കാണാതായ സൂരജ് ലാമയുടേതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. സൂരജ് ലാമയെ കണ്ടെത്താൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇദ്ദേഹത്തെ ഒടുവിൽ കണ്ടത് ഇവിടെയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. സൂരജ് ലാമയെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോട് സാമ്യമുള്ളതാണ് മൃതദേഹത്തിൽ കണ്ടെത്തിയത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാവിലെ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കാട് മൂടിയ പ്രദേശത്തെ ചതുപ്പിൽ ഒരു കാൽ ചതുപ്പിൽ പൂണ്ട നിലയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ ഇരയുടെ പേര് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം കോടതിയിലാണ് സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷ നൽകിയത്. സമാന സംഭവത്തിൽ രാഹുൽ ഈശ്വറിനെയും സന്ദീപിനെയും മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത ഉൾപ്പെടെയുള്ളവരെയും പ്രതിയാക്കി തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിരുന്നു. രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഹുൽ ഈശ്വർ 5ാം പ്രതിയും സന്ദീപ് വാര്യർ 4ാം പ്രതിയുമാണ്. രഞ്ജിത പുളിക്കനാണ് 1ാം പ്രതി. അഭിഭാഷകയായ ദീപ ജോസഫിനെയും പ്രതിയാക്കിയിട്ടുണ്ട്. അതിജീവിതയെ തിരിച്ചറിയുന്ന വിധത്തിൽ പരാമർശം നടത്തി, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നിവയും IT നിയമത്തിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദിത്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ചെന്നൈയിലെ പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. കൂടാതെ ചെങ്കൽപ്പെട്ട്, തിരുവള്ളൂർ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിൽ മാത്രം ഇതുവരെ 3 പേർ മരിച്ചു. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ദിത്വ ചുഴലിക്കാറ്റ് ദുർബലമാകുന്നതായാണ് റിപ്പോർട്ട്. ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച ശ്രീലങ്കയിൽ മരണം 334ആയി. 370 പേരെ കാണാതായി. രാജ്യത്ത് 12 ലക്ഷം പേരെ ദുരിതം ബാധിച്ചതായും കണക്കാക്കുന്നു. സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില. പവന് 480 രൂപയും ഗ്രാമിന് 60 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് 95,680 രൂപയിലും ഗ്രാമിന് 11,960 രൂപയിലുമായാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 9,835 രൂപയിലെത്തി. കുതിപ്പിന്റെ പാതയിലുള്ള സ്വർണ്ണവില ശനിയാഴ്ച പവന് 1000 രൂപ വർദ്ധിച്ച് വീണ്ടും 95,000 പിന്നിട്ടിരുന്നു. ഒക്ടോബർ 21 ശേഷം ആദ്യമായാണ് വീണ്ടും 95,000 തൊട്ടത്. ഇതോടെ 6 ദിവസത്തിനിടെ പവന് 3,920 രൂപയും ഗ്രാമിന് 490 രൂപയുമായാണ് കൂടിയത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.